സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ അബ്ദുൾ റഹീമിന് 20 വർഷം തടവ് ശിക്ഷ വിധിച്ച റിയാദ് ക്രിമിനൽ കോടതി. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന് നിർണായക വിധി. 20 വർഷം തടവിന് ശിക്ഷ വിധിച്ചു. പൊതു അവകാശപ്രകാരം 20 വർഷത്തേക്കാണ് തടവ് ശിക്ഷ വിധിച്ചത്. റിയാദ് ക്രിമിനൽ കോടതിയിൽ നടന്ന സിറ്റിംഗിലാണ് തീർപ്പുണ്ടായത്. ഇതുവരെ അനുഭവിച്ച തടവുകാലം കഴിഞ്ഞുള്ള ശിക്ഷ അനുഭവിച്ചാൽ മതി. 2026 ഡിസംബറിലാണ് 20 വർഷം തികയുക. അതിനുശേഷം ജയിൽ മോചിതനാക്കും. റിയാദിലെ ഇസ്ഹാൻ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ തടവുകാലം 19ാം വർഷത്തിലാണ്. റഹീമിന് അടുത്ത വർഷം മോചനമുണ്ടാകും. ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധിയും റഹീം കുടുംബത്തിന്റെ ഔദ്യോഗിക പ്രതിനിധി സിദ്ദിഖ് തുവൂരും പങ്കെടുത്തു. ഈ മാസം 5-നായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ്. ഒറിജിനൽ കേസ് ഡയറി പരിശോധിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞാണ് അന്ന് കേസ് മാറ്റിവെച്ചത്. സ്വകാര്യ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വിധിച്ച വധശിക്ഷയാണ് 1.5 കോടി റിയാൽ, അതായത് ഏകദേശം 34 കോടി ഇന്ത്യൻ രൂപ. ദയാദനം സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് നൽകിയതോടെ 9 മാസം മുമ്പ് ഒഴിവായത്. എന്നാൽ പബ്ലിക് റൈറ്റ് പ്രകാരം തീർപ്പാവാത്തതാണ് ജയിൽ മോചനം അനന്തമായി നീളാൻ ഇടയാക്കിയിരുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ 9 മാസത്തിനിടെ 13 സിറ്റിംഗാണ് നടത്തിയത്. 2006 നവംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഫയാസിന്റെ കൊലപാതക കേസിൽ അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. 2012-നാണ് വധശിക്ഷ വിധിച്ചത്.